ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നന്ദന മാഡം തന്നെ ഇവിടെ കൊണ്ടുവന്ന് ആ പട്ടികട്ടുകാരിയെ ഈ കമ്പനിയിൽ നിന്ന് കെട്ടുകെട്ടിക്കാനല്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ നന്ദൻ ഇവിടുന്ന് പോയി. അവൾ ഇപ്പോഴും ഒരു പരിക്കും പറ്റാതെ ഇവിടെ തന്നെയുണ്ട്. ആ സംഭവം കൊണ്ട് ഗുണം കിട്ടിയതേ പ്രിയന. സ്ഥാനം കൊണ്ടൊരു സൂപ്പർവൈസർ ആണെങ്കിലും അവനിപ്പോ പ്രൊഡക്ഷൻ ചീഫായ എന്നെക്കാളും മോളാ. മുക്തമാരത്തിന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. PKR സാർ ഈ കമ്പനി നോക്കി നടത്തിയിരുന്ന കാലത്ത് പ്രിയന്റെ ശബ്ദം പോലും ഇവിടെ ഒന്നും കേൾക്കില്ലായിരുന്നു. തൊണ്ടയിൽ കോലിട്ട് കുത്തിയാ പോലും കടിക്കാത്ത പഞ്ചപാവായിരുന്നവൻ. പക്ഷേ കൈലാഷ് ഈ കമ്പനിയുടെ ചുമതല ഏറ്റെടുത്തോടെ അവൻ ആളാകെ മാറി. എന്നെയും വിലയില്ല, മാഡത്തിനും വിലയില്ല, ആരെയും വിലയില്ല. നമ്മളെ വിലയില്ലെന്ന് മാത്രമല്ല, നമ്മളെ ചോദ്യം ചെയ്യാൻ മാത്രം അവൻ വളരെയും ചെയ്തു. മുക്ത മാഡത്തിന് വലിയൊരു തെറ്റ് പറ്റിയെന്ന് എല്ലാവരും കേക്കെ വിളിച്ചു പറഞ്ഞെങ്കിൽ അവന്റെ നെഗളിപ്പ് എത്രയുണ്ടെന്ന് മാഡം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് മാഡം. അവൻ ഇനി തല പൊക്കാൻ അനുവദിക്കരുത്. പാത്തിക്ക് തന്നെ അടിക്കണം, ഒതുക്കണം അവനെ. എന്ത് കണ്ടിട്ട കൈലാഷ് അവനെ തലയിലേറ്റ് നടക്കണമെന്നാ എനിക്ക് മനസ്സിലാവാത്ത. അതിന് കാരണം ആ പട്ടിക്കാട്ടുകാരി തന്നെയാ. അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ രക്ഷിക്കാനായി ആദ്യം ചാടി വീഴുന്നത് ആ പ്രിയനാ. അതിന്റെ നന്ദിയാ കൈലാഷ് കാണിക്കുന്നെ. അവൻ കൈലാഷിന് ഈക്വൽ ആണെന്നാ അവന്റെ വിചാരം. അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ആദ്യം പ്ലാൻ ചെയ്തത് കൈലാഷ് അല്ല, പ്രിയനാ. കൈലാഷ് പിന്നെ അത് ഏറ്റെടുക്കുമായിരുന്നു. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അവളുടെ വീട്ടുകാരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതും പ്രിയനാ. എത്ര ഗ്രാൻഡ് ആയിട്ടാ കൈലാഷ് അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ചെറിയ രീതിയിലൊന്നും പോരാ, അടിപൊളിയായിരിക്കണമെന്ന് കൈലാഷിനോട് ആവശ്യപ്പെട്ടത് പ്രിയൻ തന്നെയായിരിക്കും. പാർവതിയുടെ കാര്യമല്ലേ, കേട്ട പാതി കേൾക്കാത്ത പാതി കൈലാഷ് അങ്ങ് ചാടി ഇറങ്ങി. റിസോർട്ട് ബുക്ക് ചെയ്യുന്നു, കേറ്ററിംഗ് ആരെ ഏൽപ്പിക്കുന്നു, DJ, കേക്ക്. അവൾക്കും അവളുടെ വീട്ടുകാർക്കും കൂടെ ഉണ്ടായിരുന്ന നരന്ത് പിള്ളേർക്കും പളപളാന്ന് മിന്നുന്ന ഡ്രസ്. അത് തന്നെ ഞാനും പറയുന്നേ മാഡം. ഇക്കണക്കിന് പോയാ കൈലാഷ് അവന്റെ തോളിൽ കൈയിട്ട് നടക്കുന്നത് കൂടി നമ്മൾ കാണേണ്ടി വരും. എത്രയും വേഗം ഇതിനൊരു തടയിടണം മാഡം. പ്രിയനെയും പാർവതിയെയും എത്രയും വേഗം ഈ കമ്പനിയിൽ നിന്ന് കെട്ടുകെട്ടിക്കണം. എത്രയും വേഗം എന്ന് പറഞ്ഞാൽ എത്രയും വേഗം, കഴിയുമെങ്കിൽ ഇന്ന് തന്നെ. അതൊന്നും അത്ര എളുപ്പമല്ല മുക്ത. പ്രിയം കാരണം നിനക്ക് ഈ കമ്പനിയിൽ നിന്ന് പുറത്തു കൊണ്ടി വന്നില്ലേ? ഒരേ ഒരു ദിവസം മാത്രമാണ് നിനക്ക് സസ്പെൻഷനിൽ കഴിയേണ്ടി വന്നതെങ്കിലും അത് നിന്റെ തോൽവി തന്നെയാണ്. ആ നിമിഷം ഞാൻ അവന്റെ പേര് എന്റെ ശത്രുക്കളുടെ പട്ടികയിൽ കുറിച്ചിട്ടു. ഇത്രയും കാലം നീ ഉണ്ടാക്കിയെടുത്ത ഈ ഗുഡ് വിൽ ആ ഒറ്റ സംഭവത്തോടെ നിനക്ക് നഷ്ടപ്പെട്ടു. കരുണാകർ സാറിന് നഷ്ടം 2 മാസത്തെ സാലറി. പക്ഷെ നിങ്ങളെ ചതിച്ച പ്രിയനും പാർവതിയും ഇവിടെ ഒന്നിച്ചാടിപ്പാടി നടക്കുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. രണ്ടാളെയും ഈ കമ്പനിയിൽ നിന്ന് കെട്ടിയെട്ടിക്കണമെന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം? അതത്ര എളുപ്പമല്ലെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. കാരണം രണ്ടുപേരുടെയും പുറകിൽ അവരുടെ രക്ഷകനായി ഒരു വൻമതിൽ പോലെ ഒരാൾ നിൽക്കുന്നുണ്ട്, കൈലാഷ്. കൈലാഷിനെ മറികടന്നുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് എത്താൻ പോലും കഴിയില്ല. നമുക്ക് അവരെ പുറത്താക്കാനും കഴിയില്ല. പക്ഷെ ശ്രമിച്ചാൽ കൈലാഷിനെ കൊണ്ട് തന്നെ അവരിവിടുന്ന് പുറത്താക്കിക്കാൻ നമുക്ക് കഴിയും. അതിന് രണ്ടുപേരെയും നമ്മൾ പ്രത്യേകം ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല. രണ്ടുപേരെയും ഒരുമിച്ച് തന്നെ ടാർഗറ്റ് ചെയ്യണം. അരവിന്ദ് പറഞ്ഞത് ശരിയാ. 2 പേരെയും ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യണം. പ്രിയനും പാർവതിയും ആടിപ്പാടി നടക്കുന്നത് കണ്ടിട്ടാണ് വരുന്നതെന്ന് അരവിന്ദ് പറഞ്ഞില്ലേ? അത് തന്നെ നമുക്ക് അവർക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റാം. 2 പേരും തമ്മിൽ അടുപ്പത്തിലാണെന്ന് കൈലാഷിന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാ മതി. നല്ല ഐഡിയ. പക്ഷേ കൈലാഷിനെ എങ്ങനെ വിശ്വസിപ്പിക്കും? 2 പേരും തമ്മിൽ മുടിഞ്ഞ പ്രേമത്തിലാണെന്ന് നമുക്ക് കൈലാഷിനോട് ചെന്ന് പറഞ്ഞാലോ? വേണ്ട.
നമ്മൾ പോയി പറഞ്ഞാലൊന്നും കൈലാഷ് വിശ്വസിക്കില്ല. പക്ഷേ അവർ തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, കാണിച്ചു കൊടുക്കണം. കൈലാഷ് വിശ്വസിക്കും. അതിന് അവര് തമ്മിൽ തെറ്റായ ബന്ധം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ കൈലാഷിന് കാണിച്ചു കൊടുക്കും? പ്രിയനെയും പാർവതിയും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കൈലാഷ് കാണണം. അത് ഞാൻ പ്ലാൻ ചെയ്തോളാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ മതി. പ്രിയനും പാർവതിയും തമ്മിൽ തെറ്റ് നടന്നുവെന്ന് കൈലാഷിനെ വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. പക്ഷേ അങ്ങനെ സിറ്റുവേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അത് കൈലാഷിന് കാണിച്ചു കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ പ്രിയനെയും പാർവതിയും രാത്രി മുഴുവൻ അകപ്പെടുത്താൻ പറ്റിയ ഒരു സ്ഥലം വേണം. സ്ഥലം എന്ന് പറയുമ്പോ സാർ ഇവിടുത്തെ ഗോഡൗൺ മതിയോ? മതി. പക്ഷെ രണ്ടുപേരും മാത്രം ഗോഡൗണിൽ അകപ്പെടണം. അവിടെയെങ്ങും മറ്റാരും ഉണ്ടാവാനും പാടില്ല. അതെനിക്ക് വിട്ടേക്ക് സാറേ. പ്രിയനെയും പാർവതിയും കൈലാഷ് എന്നെ കഴുത്തിന് പിടിച്ച് പുറത്തെറിയുന്നതാണ്. നിങ്ങൾ തയ്യാറായിക്കോ?